ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ NITയിലെ അവർക്ക് കിട്ടിയ അവസരം ഒഴിവാക്കിയാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഇവരൊക്കെ അനുഭവപ്പെടുന്നു. നിരന്തരം മണിക്കൂറുകൾ പഠിച്ച് നേടിയ റാങ്കാണ്. അതിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ പട്ടികയിൽ വലിയ വ്യത്യാസം വരും. ആ ഏറ്റക്കുറച്ചിലുകൾ ഇവർ മാനസികമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നത് ഒരു വലിയ ആശങ്കയല്ലേ? തീർച്ചയായിട്ടും മൂത്തി, കാരണം കാലാനുസൃതമായ മാറ്റങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ അതിന് വിദഗ്ധമായ ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏതായാലും 1980 കാലഘട്ടത്തിലെങ്ങാനുമാണ് ഇത്തരത്തിലൊരു മാറ്റം വരുന്നതെങ്കിൽ അന്ന് എഞ്ചിനീയറിംഗ് സീറ്റ് വളരെ അധികം പരിമിതമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്നൊക്കെ ആണെങ്കിൽ എത്രമാത്രം സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല കോളേജുകളിലും ഈ സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പഠനത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ പലരെയും സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നമായി തന്നെ തുടരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും കുത്തിയിരുന്നപ്പോഴാണെങ്കിൽ പോലും അത് കൃത്യമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതെല്ലാമാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഏതായാലും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നേരത്തെ ഈ NITയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ, അതിനകത്ത് തന്നെ അഡ്മിഷൻ പൂർത്തിയാക്കണം. കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഇനി ഒരു വീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഇനി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.